ഹായ് ഹലോ. അപ്പോൾ ഇന്നാണ് അനിയത്തിയുടെ കല്യാണം. അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായി. അവൾ ഓൾറെഡി റെഡിയായി, ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ ഒരുപാട് കാര്യങ്ങൾ എന്നെ അനിയത്തി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഓരോ ആവശ്യത്തിനായി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആണ് ഞങ്ങളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് റീനേച്ചി. അവിടുന്ന് ഞാൻ നേരെ പോയത് നമ്മുടെ സ്റ്റേജിൻ്റെ അടുത്തോട്ടേക്കാണ് കേട്ടോ. കാരണം നമ്മുടെ എൻട്രിക്ക് ആവശ്യമായ താലവും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡിയാണോ എന്ന് നോക്കി അതിന് ശേഷം അവിടുന്ന് ബൊക്കെ കളക്ട് ചെയ്ത് താഴെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കണം. ചെക്കൻ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതും കളക്ട് ചെയ്ത് ഞാൻ നേരെ അവിടത്തേക്കുള്ള എൻട്രി റൂമിൽ അതൊക്കെ കൊണ്ടാച്ചു കേട്ടോ. അപ്പോഴേക്കും അനിയത്തിയുടെ അനുഗ്രഹ ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ, അമ്മ, അതുപോലെ നമ്മുടെ ഫാമിലിയിലെ എല്ലാ മൂത്ത ആൾക്കാരും, അച്ഛൻ്റെ പെങ്ങന്മാർ, ഹസ്ബൻഡ്സ്, അതുപോലെ തന്നെ അമ്മേൻ്റെ ആങ്ങളമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാവരും അവളെ അനുഗ്രഹിച്ചു കേട്ടോ. നോർമലി എല്ലായിടത്തുമുള്ള സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ അച്ഛൻ, അതുപോലെ അമ്മ, അച്ഛൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും, അമ്മയുടെ ഫാമിലിയുടെ, അങ്ങനെ എല്ലാ മൂത്ത ആൾക്കാരും അനിയത്തിക്ക് അനുഗ്രഹം നൽകി. എത്ര ചെയ്താലും ചിലർക്കിത് കൺഫ്യൂഷനാണ് കേട്ടോ, വാങ്ങണോ ഫസ്റ്റ് ഇടണോ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനൊക്കെ അവിടെ കണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ചില കാര്യങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ചിലരുടെ വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. അങ്ങനെ എല്ലാവരും എൻ്റെ അനിയത്തിക്ക് അനുഗ്രഹമൊക്കെ നൽകി. അങ്ങനെ അവസാനമായിട്ട് രാജേഷ് ഏട്ടനും ഞാനുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് രാജേഷ് ഏട്ടൻ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം എൻ്റെ അനിയത്തിയെ ഞാനും അനുഗ്രഹിച്ചു. പിന്നെ ലാസ്റ്റ് റെയ്യൂനെ കൊണ്ട് ഞാനൊരു ഷെയ്ക്കാനൊക്കെ കൊടുപ്പിച്ചിരുന്നു. പക്ഷേ അതെൻ്റെ ഫോണിൽ കിട്ടിയില്ല കേട്ടോ. ഓൾറെഡി വീഡിയോഗ്രാഫി അവരുടെ ഫോണിലുണ്ട്, പക്ഷേ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഒക്കെ ലേറ്റാണ് കേട്ടോ. ഞങ്ങൾ എൻട്രിയും കാര്യങ്ങളൊക്കെ നല്ല പോലെ സെറ്റ് ചെയ്തിരുന്നു. അതൊക്കെ കിട്ടിയതിന് ശേഷം ഈ ഒരു കല്യാണ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവരുടെ അടുത്തൊന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ. സോ ഉള്ള ക്ലിപ്പൊക്കെ വെച്ച് ഞങ്ങൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. जन परिपालन भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल सीता कल्याण वैभोग
കല്യാണവും അതുപോലെ തന്നെ പരിപാടികളും ഒക്കെ നല്ല ഭംഗിയായിട്ട് ദൈവം സഹായിച്ച് കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, കാരണം ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല കേട്ടോ. ചെറിയൊരു പാർട്ട് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ചെക്കനോടൊപ്പം പെണ്ണിനോടൊപ്പം ഇരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ ക്യാമറാമാനും ഒക്കെ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിട്ട് എന്താ സത്യം പറയാലോ, ഒന്നും മര്യാദയ്ക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ആകെ മൊത്ത ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ പെട്ടിയും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്തതിന് ശേഷം ആ ഒരു തിരക്കിൽ എനിക്ക് അനിയത്തീൻ്റെ ഇറങ്ങുന്ന ചടങ്ങ് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് അച്ഛനും അമ്മയും പോകുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് മാത്രമേ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ ഞങ്ങൾ സന്തോഷപൂർവ്വം തന്നെ യാത്ര അയച്ചു. അവരവരുടെ വീട്ടിലോട്ടേക്ക് പോയി. ഇന്ന് തന്നെ നമുക്ക് വിരുന്നിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. അതായത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ചെക്കൻ്റെ വീട്ടിലോട്ടേക്ക് വിരുന്ന് പോവുക എന്നതാണ് ഞങ്ങളുടെ ഒരു ചടങ്ങ്. അപ്പോൾ എല്ലാവരുടെ വൃത്തിയായിട്ട് വെയിറ്റിംഗ് ആണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ജീപ്പൊക്കെ വന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ വിരുന്നിന് പോകുന്ന ആൾക്കാരോടൊക്കെ പോവേണ്ട കാര്യം പറയുകയാണ് കേട്ടോ. ചടങ്ങിൽ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ നെയ്ബേഴ്സും അങ്ങനെ എല്ലാവരും ചെക്കൻ്റെ വീട്ടിലോട്ടേക്ക് പോകും കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ യൂഷ്വലി കണ്ടുവരുന്നൊരു ചടങ്ങ് തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഏകദേശം ഒരു 4 മണിയാവാൻ നേരമാകുമ്പോഴേക്കും അവിടെ എത്തി. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും അനിയത്തി റെഡി ആയിട്ടുണ്ടായിരുന്നു. അവൾക്ക് റിസപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വിരുന്ന് ചടങ്ങോടുകൂടെ അവൾ ഫ്രീ ആയിട്ടോ. ഞങ്ങൾ എല്ലാവരെയും പരിചയപ്പെട്ടു കേട്ടോ. അനിയത്തി ഒരുപാട് പേരെ പരിചയപ്പെടുത്തി തന്നു. ഒരുപാട് സന്തോഷം തോന്നി, കാരണം ഒരുപാട് ഫാമിലി മെമ്പേഴ്സുള്ള ഒരു വീട്ടിലോട്ടേക്കാണ് അവൾ പോയിരിക്കുന്നത്. അങ്ങനെ അവിടെ 2 മുത്തശ്ശിമാരുണ്ടായിരുന്നു കേട്ടോ. അവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതൊക്കെ ഞങ്ങളുടെ ഒരുമാ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാം അനിയത്തി പോയി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം ഞങ്ങളെല്ലാവരും നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. കല്യാണ സമയത്ത് മര്യാദയ്ക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വിരുന്നിന് വന്നപ്പോൾ ഞാൻ മര്യാദയ്ക്കൊന്നും ഇരുന്ന് കഴിച്ചു കേട്ടോ. ആകെ മൊത്തം തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് ഇരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പിന്നെ അർജുൻ ഞങ്ങളെ നേരെ കൂട്ടിക്കൊണ്ടുപോയി എന്നെയും രാജേഷ് ഏട്ടനെയും റീനെയും ഒക്കെ വീടൊക്കെ മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല തിരക്കൊഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ വീടൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ മാത്രം അല്ലേ റിയു, നമ്മൾ മാത്രം. അയ്യോ അങ്ങനെ ഞങ്ങള് കല്യാണം ഒക്കെ കഴിഞ്ഞല്ലേ. എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി നമ്മുടെ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ ഇതെങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കാരണം നമ്മൾ ഇത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായ സമയമായി. അങ്ങനെ എല്ലാ പാക്കിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുക കുറച്ച് നേരം. അല്ലടാ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കല്യാണമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ? അച്ഛനും അമ്മയും സെറ്റിൽമെൻറ്റ് കാര്യത്തിനൊക്കെ വേണ്ടി ഓഫീസിലോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. റേയു ഇവിടെ കിടന്ന് ഓടിച്ചാടി കളിയാണ്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടുത്തെ വ്യൂ എടുത്തെന്ന് മാത്രം. ഉള്ള വ്യൂ ഇല്ലേ, സത്യം പറയാനുള്ള അടിപൊളിയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, എന്നാലും എന്ത് രസമാണെന്ന് അറിയാമോ. അയ്യോ, ഈ ഒരു ടൈം ഇന്നലെയൊക്കെ ഈ നേരത്ത് ഞങ്ങൾ ഒടുക്കത്ത് ചൂടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നിതാ നല്ല നല്ല കാറ്റ്. എനിക്കൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, എന്ത് രസമാണെന്നറിയാവോ. അപ്പോൾ ബൈ പറ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോ എപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമ്മളിവിടെ ഇങ്ങനെ എന്താ പറയുക, ഇവിടെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം കാറിൽ വെച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ പറ. സ്വർഗം പോലും